തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ 2024 വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന നക്ഷത്രമാണ്. അപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ 2 വരുമ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ 2 എന്ന് പറയുന്ന സ്റ്റാർ സൃഷ്ടിക്കുന്നത്. ഇവിടെ ഈ വർഷം മുതൽ നമുക്കൊരു ചെറിയ പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരീഡ്, ഒരു കാലഘട്ടം ഇവിടെ പൂർത്തിയാവുകയാണ്. ഫുങ്ഷയിൽ ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അവർ പറയുന്നുണ്ട്. അപ്പം 2004 ഫെബ്രുവരിയിൽ തുടങ്ങി 2024 ഫെബ്രുവരി 3-ാം തീയതിയോടുകൂടി പീരീഡ് 8 എന്ന് പറയുന്ന കാലഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. അത് ഏതാ കാലഘട്ടം? പീരീഡ് 9 ആണ്. അപ്പോൾ 9 എന്ന് പറയുന്നത് നമുക്ക് ഏത് ദിക്കിൽ വന്നാലും ഒരുപാട് പ്രോസ്പെരിറ്റി, സമ്പത്ത്, സൗഭാഗ്യങ്ങളൊക്കെ തരുന്ന സ്റ്റാറായി 9 വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് 2024 9 എവിടെയാണ് വരുന്നത്? എല്ലാ വീടിൻ്റെയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അത് ഒരുപാട് ഗുണങ്ങൾ ആ ദിക്ക് ഉപയോഗിക്കുന്നവർക്ക് കിട്ടും. ആ ദിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒന്നുകിൽ അവിടെ പ്രധാന വാതിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്തെ ബെഡ്റൂമിൽ കിടക്കണം. അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ നമ്മൾ 2024 പറ്റി സംസാരിച്ചു. അതേപോലെ 2024 നമുക്ക് എവിടെ തെക്ക് കിഴക്ക് എന്ത് വന്നിരിക്കുന്നു? 2 വന്നിരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു പീരീഡ് അവിടെ തീർന്നു. നേരത്തെ നമ്മൾ 3 നല്ല സ്റ്റാറുകൾ ഏതെന്ന് ചോദിച്ചാൽ 8, 9, 1 എന്ന് പറയും. ഇനി നമ്മൾ ചോദിച്ചാൽ പറയും 9, 1, 2 എന്ന് പറയും. കാരണം 8ന്റെ പ്രോസ്പെരിറ്റി അവിടെ കഴിഞ്ഞു. ഇനി പുതിയ സ്റ്റാറിലേക്ക് അത് കയറി, 9ലേക്ക് കയറി. അപ്പോൾ പ്രസന്റ് സ്റ്റാർ ഏതാണ്? 9 ആണ്. ഫ്യൂച്ചറോ 1 ആണ്. ഡിസ്റ്റന്റ് ഫ്യൂച്ചർ ഏതാണ്? ഡിസ്റ്റന്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് 2 ആണ്. അപ്പം 2ന് പ്രോസ്പെരിറ്റി വരാൻ തുടങ്ങി ഈ വരും കൊല്ലം മുതൽ, അതായത് 2024 മുതൽ. അപ്പോൾ ഹെൽത്ത് പ്രോബ്ലം ഒരു പരിധിവരെ മാറുകയും നമുക്ക് വെൽത്ത്, പ്രോസ്പെരിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് തരാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അപ്പം ഇവിടെ ബെഡ്റൂം ഉള്ളവർക്കും പ്രധാന വാതിലുള്ളവർക്കും ഇവിടെ ഒത്തിരി ഗുണങ്ങളുണ്ടാവും. എന്നിരുന്നാൽ പോലും ഈ 2 എന്ന് പറയുന്നത് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന സ്റ്റാർ, സിക്ക് സ്റ്റാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉറപ്പായിട്ടും ഒരു ക്യൂർ ചെയ്യണം. അതിൻ്റെ ഒരു ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു മെഡിസിൻ ബുദ്ധയുടെ ചിത്രം വയ്ക്കാം, അല്ലെങ്കിൽ ഒരു മെഡിസിൻ ബുദ്ധയുടെ സ്റ്റാച്ചു വയ്ക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഉലു ഇടാം, അതല്ലെങ്കിൽ ഒരു മെറ്റൽ ഉലു ഇടാം, അതുമല്ലെങ്കിൽ 6 മെറ്റൽ കോയിൻസ്. ഇതെല്ലാം ഫെങ്ഷു ഷോപ്പുകളിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് വാങ്ങിച്ച് അതിനെ എനർജൈസ് ചെയ്ത് അതാത് സ്ഥലങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമ്മളെ ബാധിക്കില്ല.